അവന്റെ മോഹൻലാലിനെ കൊണ്ട് വെക്കാൻ കണ്ട സ്ഥലം എന്റെ കടയിൽ തന്നെ. വേണ്ടാത്ത പണിയാ, അങ്ങേര് വന്നാ വെച്ചേക്കൂല. ഇത് ഇട്ടി വാങ്ങിക്കും. ആരെ? ഞാൻ അബൂട്ടിയെ വേണ്ട കരിപ്പാവും. കരി തേക്കണമെന്നുണ്ടെങ്കിൽ മമ്മൂട്ടിയുടെ പോസ്റ്റ് ഉണ്ടല്ലോ, അതിലാദ്യം തേക്ക്. ഇത് കല. അത് കള. എടാ ഇത് എന്റെ കടയുടെ ചുമര, ഞാൻ ഇഷ്ടമുള്ളവരെ ചെയ്യും. കണ്ട അവന്റെ ഒന്ന് പോസ്റ്റ് ഒട്ടിക്കാനുള്ള സ്ഥലമല്ലത്. കളിക്കണം നമ്മുടെ അടുത്ത്. തോന്നിവാസം കാണിക്കുന്നതാ. തോന്നിയാസം കാണിച്ച നീ ലാൽ സലാം. ഈ പോസ്റ്റർ നീ കഴുകുവോ അതോ ഞാൻ തന്നെ കഴുകണം? അതിപ്പോ രണ്ടിനായാലും നീ വേറെ തന്തയ്ക്ക്. കൊച്ചിലെ മുതൽ കണ്ടു വളർന്ന മുഖ സ്വന്തം അണ്ണനെ പോലെ സഹിക്കൂല. എന്റെ മമ്മക്ക ഒന്ന് പറഞ്ഞു കൊടുക്കുക അവന്മാരോട്. കഴുകടാ. പെരട്ടാതെ പോടാ തള്ളെ കരി. മമ്മൂക്ക് തന്നതാ. അടിക്കരുത്, ഞാൻ കളരിയാണ്. ചാടിക്കുത്തി ചവിട്ടുമാർ തീർത്തുമാർ വലത്തടിച്ച അമ്മച്ചാണ് എന്നെ അടിക്കരുത്. ഇതാര് ചെളിയിന്ദ്രനാഥ ടാഗോറോ? ദേവി ഞാൻ അർപ്പിക്കുന്നു. എന്നെ വേണേ ചവിട്ടി പിടിച്ചിട്ട് ആ വിക്കിങ് താനെ. ഇത് ഈ മാസം 3ാമത്തെ വിക്കാ. നീ മതം പൊട്ടി ചാവുള്ളൂടാ ആനയുടെ മോനെ. അയ്യോ, തീർന്നു. എല്ലാം ഓക്കെ ആയി. ഇനി എന്നെ അടിക്കാൻ പാടില്ല. എന്താണ് അടിച്ച? ഞാൻ തോറ്റു. തോറ്റാ പിന്നെ അടിക്കാൻ പാടില്ല. എടുക്കടാ. ഇന്നുമില്ല തള്ളേ തരാം. കല്യാണം കഴിക്കാറാക്കി പറ, കുഞ്ചാക്കോനെ അറേഞ്ച് ചെയ്ത് തരാം. ശവം നിന്റെ തള്ളക്കട തേച്ച് കുളിപ്പിക്കണ. ശരിക്കും തേക്കടാ. എന്നാ പിന്നെ നിനക്ക് തന്നെ വെച്ചുവിടും. കഴുകടാ. കഴുകുവാടാ. കഴുകാണ്. സോറി അണ്ണ, പിള്ളേര് അറിവില്ലായ്മ കൊണ്ട്. കഴിഞ്ഞ 25 കൊല്ലായിട്ട് അണ്ണൻ ഇവിടെ ഉണ്ട്. ഇനിയുള്ള 25 കൊല്ലവും അണ്ണൻ ഇവിടെ തന്നെ കാണും. നമ്മളും കൂടെ തന്നെ ഉണ്ടാവും. ഒരു ടിക്കറ്റ് തന്നെ. 30-35 കിട്ടോ? ആര്? 30-35 കിട്ടുമോ? 30-35 ബ്ലാക്കിലാ. പോയി 11 പടം കാണും.
അതാവുമ്പോ 30 തന്നെ കിട്ടും. ആക്സെപ്റ്റ് മൈ ലവ്. ഫസ്റ്റ് ഓഫ് ഓൾ അർജുൻ റാം, ഇതൊരു പഴയ ടെക്നിക്കാ. ഈ റോസാപ്പൂ, ഈ മുട്ടുകുത്തൽ, അത് പോട്ടെ. How about a test? ഞാനിത് പറയുമ്പോ അർജുൻ ഒഫൻഡഡ് ആവരുത്. I want to test your love for me. ഇതെന്റെ ഏറ്റവും ഫേവറേറ്റ് റെഡ് സ്കാർഫ് ആണ്. ഈ വരുന്ന ജൂൺ 15 നമ്മുടെ കോളേജിൽ ഡബിൾസ് ഡേ ആണ്. ഈ ഫാൻസി ഡ്രസ് ചെയ്ത് മാസ്ക് ഒക്കെ വെച്ച് വരുന്ന ഡേ. ഈ സ്കാർഫ് ജൂൺ 15 നൈറ്റ് വരെ അർജുന്റെ കയ്യിൽ ഉണ്ടാവുമെങ്കിൽ കരിഷ്മ മേനോൻ ഈ റോസ് വാങ്ങും. എങ്ങനെയുണ്ട്? സിനിമയിൽ മാത്രം കാണുന്ന ഒരു സീൻ കാണിച്ചതല്ലേ? ഹലോ രോഹിത്, ഐ നീഡ് യു നൗ. ലുക്ക്, ആ അർജുൻ ഓഡിറ്റോറിയത്തിൽ വന്ന് എന്റെ റെഡ് സ്കാർഫ് എടുത്തോണ്ട് പോയി. യു നോ, ജസ്റ്റ് ലൈക്ക് ദാറ്റ്. എനിക്ക് ഇപ്പൊ ആ സ്കാർഫ് വേണം. റൈറ്റ് നൗ. ക്യാൻ യു ബ്രിങ് ഇറ്റ് ഫോർ മീ? ഈ മണ്ടന്മാർക്കല്ല ഹിന്ദി സിനിമയിലേതുപോലെ 3 പേരുകളേ ഉള്ളൂ. ഒന്നുകിൽ അർജുൻ, അല്ലെങ്കിൽ രോഹിത്, അതും അല്ലെങ്കിൽ രാഹുൽ. ഇപ്പൊ നിങ്ങൾ കണ്ടത് ഒരു പ്യൂർ റൊമാൻസ് ആണ്. ഇനി ക്ലിയോപാട്ര നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു ആക്ഷൻ ത്രില്ലർ. I guess this scarf belongs to someone else. ഓഹോ, അവള് കോമ്പറ്റീഷൻ തുടങ്ങിക്കഴിഞ്ഞു. വാരിയർ നമ്പർ 1, ബോക്സിംഗ് ചാമ്പ്യൻ രോഹിത്. അങ്ങനെ രോഹിത് മടിയായി. പോ, നല്ല ആണുങ്ങൾ വേറെ ഉണ്ട്. സൂപ്പർ ഫൈറ്റിംഗ് മെഷീൻസ് ഫ്രം ദ സ്ട്രീറ്റ്. ആക്ഷൻ. കളഞ്ഞ് അടിവാതിലും തുറന്ന് വന്നിരിക്കാണ് കടവാവില്. ഡയലോഗ് ഞാൻ അവളെ പ്രേമിക്കുന്നു സാർ. ഉള്ളിന്ന് വരട്ടെ. ചിരിക്കണ്ട മോനെ. മാമന്റെ മുഖത്തൊന്ന് മോൻ കണ്ടില്ലേ? അതിന് മാമന്റെ മുഖത്ത് എന്തോന്നാ പറയണത്? എടാ ഭാവം. അഹംഭാവം. നീ വായിച്ചു കൊടുത്താൽ മതി, ഡയറക്ഷൻ ഞാൻ ചെയ്തോളാം. നീ ആ ഡയലോഗ് പറയും. ഞാൻ അവളെ പ്രേമിക്കുന്നു സാർ. എടാ നീ ഒരു കാമുകനല്ലേ, നെഞ്ചങ്ങട്ട് വിരിയട്ടെ. മൊട്ടേന്ന് ഉരിയാത്ത ചെക്കൻ്റെ അടുത്തല്ലേ നെഞ്ചു വിരിക്കാൻ പറയണത്. ഡയലോഗ് പറയടാ. ചതിച്ചാ വിഴുങ്ങല്ലടി. മാഡത്തിൽ നിന്ന് എന്നെ അർത്ഥം മാറ്റാൻ സാറിന് കഴിയൂല സാർ. ഈ കത്തി എനിക്ക് വേണ്ട സാർ. അയ്യോ, എനിക്ക് സമ്മാനം കിട്ടിയ പേന. എന്റെ അമ്മച്ചി. എടാ കുരുത്തം കെട്ടവനെ, നീ കത്തിക്ക് വരെ എന്റെ പേനാണോ എടുത്തോണ്ടേ? ഓടാ. അവന്റെ ഒരു മിമിക്രി മോണാക്കി. നിന്റെ അച്ഛനോട് ഉണ്ടായിരുന്നെങ്കിൽ അയാളെ കൊണ്ടേ കാണിച്ചാൽ നിനക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയനെ. ഒരു പേന എന്നല്ലോ, അവൻ കൊച്ചല്ലേ. എനിക്ക് കിട്ടിയ സമ്മാനം അത്. എന്റെ കരിഷ്. ആരെ? അതൊന്നും നിങ്ങക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. സോറി പെങ്ങളെ.